ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. 7 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും നാളെ നടക്കും. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം അറിയാൻ ഏകീകൃത സംവിധാനമൊരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21-ാം നൂറ്റാണ്ടിൽ ലോകം നിരവധി പ്രതീക്ഷകളോടെയാണ് ഇന്ത്യയെ ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ മഴ തുടരും. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയിലേക്ക് 7 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. തയ്യാറെടുപ്പുകൾ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുക. ആദ്യ ഫലസൂചനകൾ 8:30 പുറത്തുവരും. രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ 7 ഘട്ടങ്ങളായാണ് നടന്നത്. കേരളത്തിലും വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ, നിരീക്ഷകർ, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാണ് വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനമുള്ളത്. ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണാൻ ഓരോ ഹാൾ ഉണ്ടായിരിക്കും. എല്ലാ റൌണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും വിവിപാറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം അറിയാൻ ഏകീകൃത സംവിധാനം സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ എൻകോർ സോഫ്റ്റ്വെയറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം results.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് തത്സമയം ലഭ്യമാവുക. ഓരോ റൌണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് AROമാർ തത്സമയം ലഭ്യമാക്കുന്ന ഫലമാണ് വെബ്സൈറ്റിൽ അതത് സമയം ലഭിക്കുക. ഇത്തരത്തിൽ ആദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ ഏകീകൃത സംവിധാനം വഴി ലഭ്യമാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും തത്സമയ വിവരം ലഭ്യമാക്കും. സംസ്ഥാനത്തെ എല്ലാ കൌണ്ടിംഗ് സെന്ററുകളിലും മീഡിയ സെന്ററുകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും നാളെ നടക്കും. ആന്ധ്രാപ്രദേശിലെ 175 മണ്ഡലങ്ങളിലേക്കും ഒഡീഷയിലെ 147 സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസും TDP, BJP, GSP സഖ്യവും കോൺഗ്രസ് ഇടത് സഖ്യവും തമ്മിലാണ് മത്സരം. ഒഡീഷയിൽ ബിജു ജനതാദളും BJPയും കോൺഗ്രസ്, ആം ആദ്മി, ഇടതു പാർട്ടികളും മത്സര രംഗത്തുണ്ട്. അരുണാചൽ പ്രദേശിലും സിക്കിമിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയും സിക്കിം ക്രാന്തികാരി മോർച്ചയും ഭരണം നിലനിർത്തി. അരുണാചലിൽ 46 സീറ്റുകളിൽ വിജയിച്ചാണ് BJP അധികാര തുടർച്ച ഉറപ്പാക്കിയത്. 10 സീറ്റിൽ BJP എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സിക്കിമിൽ 32 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റിലും വിജയം നേടി. കർണാടക നിയമസഭാ കൌൺസിലിലെ 6 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ബിരുദധാരികൾക്കും അധ്യാപകർക്കും മാത്രം വോട്ട് ചെയ്യാനാകുന്ന 3 വീതം സീറ്റുകളിലേക്ക് രാവിലെ 8-നാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. ബിരുദധാരികളുടെ സീറ്റുകളിൽ 3.63 ലക്ഷം വോട്ടർമാരും അധ്യാപകരുടെ സീറ്റുകളിൽ 70,260 പേരുമാണ് വോട്ടവകാശം വിനിയോഗിക്കുക. വോട്ടെടുപ്പ് വൈകുന്നേരം 4-ന് അവസാനിക്കും. 78 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ മാസം 6-നാണ് വോട്ടെണ്ണൽ. 21-ാം നൂറ്റാണ്ടിൽ ലോകം നിരവധി പ്രതീക്ഷകളോടെയാണ് ഇന്ത്യയെ ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഭരണ മാതൃക ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങൾക്കും മാതൃകയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ചിന്തകൾ കത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 25 കോടി ജനങ്ങളെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചത് അഭൂതപൂർവമായ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ നൂതന സമ്പ്രദായങ്ങൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണെന്നും G20യുടെ വിജയത്തിന് ശേഷം ഭാരതത്തിൽ നിന്ന് ലോകം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലേക്ക് എത്തിയത്. 2.5 ലക്ഷത്തോളം കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് ഇന്നെത്തുന്നത്. കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാനവികതയോട് കൂറുപുലർത്തുന്ന ശാസ്ത്രചിന്ത കുട്ടികളിൽ വളർത്തിയെടുക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അറിവ് ആർജിക്കുന്നതോടൊപ്പം സാമൂഹിക ഇടപെടലുകൾ നടത്താൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേശീയപാതകളിലെ ടോൾ നിരക്കിൽ 5% വർധന വരുത്തി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ. പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതായി NHAI വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള ദേശീയപാത ശൃംഖലയിൽ 900-ലധികം ടോൾ പ്ലാസകളുണ്ട്. UPI വഴിയുള്ള പണമിടപാടുകളിൽ മെയ് മാസത്തിൽ റെക്കോർഡ് വളർച്ച. 1440 കോടി ഇടപാടുകളിലൂടെ 20,40,50,000 കോടിയുടെ കൈമാറ്റമാണ് കഴിഞ്ഞ മാസം നടന്നത്. ഏപ്രിൽ മാസത്തെ 1330 കോടിയേക്കാൾ 6% വർധനയാണ് ഇടപാടുകളിൽ ഉണ്ടായിട്ടുള്ളത്. മൂല്യത്തിന്റെ കണക്കിൽ ഏപ്രിൽ മാസത്തെ 19,64,000 4% വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ ഇന്ത്യയിൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എന്നാൽ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നാളെ വരെ ഉഷ്ണതരംഗം തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം പശ്ചിമബംഗാളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അടുത്ത 6 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴ തുടരും. ഇന്ന് വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അസമിൽ വെള്ളപ്പൊക്കം ജനജീവിതം താറുമാറാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു. ഇതോടെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. 13 ജില്ലകളിലെ 564 ഗ്രാമങ്ങളിലെ 5 ലക്ഷത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. സംസ്ഥാനത്തുടനീളം 8000 ഹെക്ടറിലധികം വിളകൾ നശിച്ചു. ജില്ലകളിൽ 193 ദുരിതാശ്വാസ ക്യാമ്പുകളും 82 ദുരിതാശ്വാസ വിതരണ കേന്ദ്രങ്ങളും പ്രവർത്തിച്ചുവരുന്നു. കണ്ണൂർ ജില്ലയിൽ പച്ചത്തുരുത്ത് വ്യാപന പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാവും. 37 ഇടങ്ങളിലാണ് ജില്ലയിൽ ഇത്തവണ പുതുതായി പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിലാകെ 263 ഏക്കർ ഭൂമിയിലായി 147 പച്ചത്തുരുത്തുകൾ വളരുന്നുണ്ട്. 24 തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് 37 ഇടങ്ങളിൽ ഇത്തവണ പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. ഇരിട്ടി നഗരസഭയിലെ എടക്കാനം റിവർവ്യൂ പാർക്ക് പോയിന്റിലെ 1 ഏക്കറിലാണ് വിവിധ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. വൃക്ഷവൽക്കരണ പരിസ്ഥിതി സംരക്ഷണത്തിന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ വ്യക്തികളെയും സംഘടനകളെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും. ഓർമ്മമരം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഇരിട്ടി എടക്കാനത്ത് നടത്തും. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനെതിരെ നമീബിയയ്ക്ക് 11 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 19.4 ഓവറിൽ 109 റൺസിന് ഓൾ ഔട്ടായപ്പോൾ 110 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയയ്ക്ക് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. തുടർന്ന് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടെങ്കിലും നമീബിയ ഉയർത്തിയ 22 റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ സാധിച്ചില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 7 ഘട്ടങ്ങളായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും നാളെ നടക്കും. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം അറിയാൻ ഏകീകൃത സംവിധാനമൊരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21ാം നൂറ്റാണ്ടിൽ ലോകം നിരവധി പ്രതീക്ഷകളോടെയാണ് ഇന്ത്യയെ ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ മഴ തുടരും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.